ഇത് ബി ജെ പിയുടെ കേന്ദ്ര ഘടകവും കേരളത്തിലെ സി പി എമ്മും തമ്മിലുള്ള ഡീലാണിത്. കാരണം എന്താണ്? ഡീൽ ഇത്രയേ ഉള്ളൂ. പിണറായിയെ സംരക്ഷിക്കുക, സി പി എമ്മിനെ സംരക്ഷിക്കുക എന്നല്ല, പിണറായിയെ സംരക്ഷിക്കുക. അതുകൊണ്ടാണ് ബാക്കി മുഖ്യമന്ത്രിമാരെല്ലാം ജയിലിൽ കിടക്കുമ്പോഴും പിണറായി വിജയൻ ഇവിടെ ഞെളിഞ്ഞ് നടക്കുന്നത്. കാരണം പിണറായി വിജയൻ ഇവിടെ അധികാരത്തിൽ ഉണ്ടായിരുന്നാൽ മാത്രമേ സി പി എം ഇവിടെ തകരുള്ളൂ. കാരണം പിണറായി വിജയന് ശേഷം ഒരു നേതാവ് സി പി എമ്മിന് ഇല്ല. നീ അത് ആലോചിച്ച് നോക്കണം. അപ്പൊ പിണറായി വിജയനെ സംരക്ഷിക്കുക, പിണറായി വിജയന്റെ കുടുംബത്തിനെ സംരക്ഷിക്കുക. പിണറായിയുടെ കാലം കഴിയുമ്പോഴത്തേക്കും ഇവിടെ സി പി എമ്മും നശിക്കും. പിണറായി ഇനി 5 കൊല്ലം കൂടെ ഭരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇവിടെ നശിക്കും. അടുത്ത് വരാൻ പോകുന്ന ഒരേ ഒരു ശക്തിയെ ഇവിടെ കാണുള്ളൂ, ബി ജെ പി. 100% ഉറപ്പാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കയറിയില്ല എങ്കിൽ ഇതോടുകൂടി തീർന്നു. ഇനി നോക്കണ്ട കോൺഗ്രസിന്. ബി ജെ പി ഇവിടെ ഒന്നാമത്തെ ശക്തിയായിട്ട് വളരും. രണ്ടാമത്തെ ശക്തി എന്ന് ഞാൻ പറയുന്നില്ല, ഒന്നാമത്തെ ശക്തിയായിട്ട് ഇവിടെ ബി ജെ പി വളരും. അതാണ് കേന്ദ്രത്തിന്റെ പദ്ധതി. അത് തലയ്ക്കകത്തെത്തിരി ആള് താമസമുള്ളവർക്ക് ഇതെല്ലാം മനസ്സിലാവും. നിനക്ക് പിന്നെ ഇത് പ്രത്യേകിച്ച് ഇത് നിന്നെ കുറ്റം പറയാൻ പറ്റൂല. കാരണം നീ ഒരു കോമൺ മാൻ ആണ്. കാരണം ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് മൊത്തത്തിൽ വിലയിരുത്താനുള്ള ഒരു സമയവും സാഹചര്യവും നിനക്കില്ല. അപ്പൊ നിന്നെ പോലുള്ള കോമൺ പേഴ്സൺ ഇത് മനസ്സിലാവൂല. നമ്മളിത് എന്താണ് നടക്കുന്നതെന്ന് വ്യക്തമായിട്ട് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും. ഇതാണ് സംഭവം. ബി ജെ പിക്ക് ഇവിടെ വളരണമെങ്കിൽ പിണറായി ഇവിടെ വേണം.